ഈ സംഖ്യക്കെന്താ കുഴപ്പം എന്ന് പലരും ചോദിക്കലുണ്ട്. ഓൽക്ക് പല കുഴപ്പമുണ്ടെന്ന് പണ്ട് മുതലേ പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ രസകരമായൊരു വാർത്ത ഘട്ടങ്ങൾ, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബ്രസീലിൻ്റെ പതാക പച്ചക്കളറായതുകൊണ്ട് അത് പാകിസ്ഥാൻ്റെ പതാകയാണെന്നും പറഞ്ഞിട്ട് പതാകയുമായി സാമ്യമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കൊല്ലം കടവൂരിൽ ഫുട്ബോൾ ആരാധകർ കെട്ടിയ ബ്രസീൽ പതാകകൾക്ക് RSSൻ്റെ വിലക്കാണല്ലോ. ഇപ്പോൾ പച്ചക്കളർ പാകിസ്ഥാൻ ഒട്ടിക്കുക. പച്ച കണ്ടാൽ അവർക്ക് പ്രശ്നമാണ്. എന്നിട്ട് പിന്നെ പ്രദേശത്ത് കെട്ടിയിരുന്ന ബ്രസീൽ പതാകകൾ RSS പ്രവർത്തകർ ഇടപെട്ട് അഴിപ്പിച്ചു. പതാകകൾ കെട്ടിയ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കീലേരി അച്ചു കാരക്കൂട്ടി ദാസനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഞെട്ടിച്ച് കടവൂരിലെ പലയിടങ്ങളിൽ നിന്നും ഇവർ ബ്രസീൽ പതാകകൾ നിർബന്ധപൂർവ്വം നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ്. കൂടാതെ കൂടുതൽ ഉയരത്തിൽ കിട്ടിയ ചില പതാകകൾ പോലീസിൻ്റെ സഹായത്തോടെ താഴെ ഇറക്കിയെന്നും നാട്ടുകാർ ആരോപണം ഉയരുന്നുണ്ടെന്നിട്ട് ദർശന കൊടുത്ത ഒരു വാർത്ത വായിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ വേൾഡ് കപ്പായി കഴിഞ്ഞാൽ എല്ലാ രാജ്യക്കാരോടും പിന്നെ ആ ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അല്ലാതെ ഓലേറ്റ് ചേക്കേറിയിട്ടോ ഞങ്ങളുടെ രാജ്യത്തേക്കാൾ വലുതാണ് ഓലെ രാജ്യം എന്ന് പറഞ്ഞിട്ടൊന്നല്ല. ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ബ്രസീലാകട്ടെ, അർജൻറ്റീനയാകട്ടെ, സ്പെയിനാകട്ടെ, ഇംഗ്ലണ്ടാകട്ടെ, പോർച്ചുഗീസാകട്ടെ, ഇങ്ങനെ തുടങ്ങി പോർച്ചുഗലാകട്ടെ, ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ ടീം കളിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇവിടെ ആരാധകരുണ്ട്. അപ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കെട്ടും. ഫ്ലെക്സൊക്കെ കെട്ടുന്ന കോലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ അംഗീകരിക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് ഫ്ലെക്സുകൾ കെട്ടുന്ന സംഗതി ഉണ്ട്. അതൊക്കെ ദൂർത്താണ്, അതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത. അതൊക്കെ ഏതെങ്കിലും പാവങ്ങൾക്ക് ചെറിയൊരു ഫ്ലെക്സൊക്കെ ആക്കി ബാക്കി പാവങ്ങളെ സഹായിച്ചൂടെ എന്നൊക്കെ പിന്നെ നമ്മൾ ആലോചിച്ച്. ഇന്നിപ്പോൾ ഒരു ബ്രസീൽ ഫാൻസുകാർ കിഡ്നി ഡയാലിസിസിന് വേണ്ടിയിട്ട് പണം കൊടുത്ത വാർത്തകളൊക്കെ കണ്ടു. ഏതായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ സംഖ്യകളെ പണിങ്ങൾ ആലോചിച്ച് നോക്കി. ബ്രസീലിൻ്റെ പതാകയിൽ പച്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് അയപ്പിച്ചു. ആലോചിച്ച് നോക്കി നിങ്ങൾ ഇവരെ മനോഭാവം എവിടുക്കാണ്. അതായത് വർണ്ണത്തിൻ്റെ പേരിൽ നമ്മളെപ്പോഴും പ്രശ്നം, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക. ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് ഇത്തരക്കാരുടെ മനോഭാവം. ഇങ്ങനെയുള്ള മനോഭാവക്കാർ അതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇതൊക്കെ കേട്ടിങ്ങനെ വാർത്തകളിലൊക്കെ കേട്ടിങ്ങനെ വന്നിന്ന് വെച്ചാൽ ഇന്ന് കൊല്ലത്താണത്. അത് ഇല്ലത്തെത്തുന്നത് വരെ നമുക്ക് മൗനമായിരിക്കും. കൊല്ലത്ത് തന്നെ വെച്ചിട്ട് അത്തരം പ്രവർത്തനങ്ങളെ ജനകീയമായി ജനാധിപത്യ രീതിയിൽ അതൊന്നും ശരിയല്ല എന്ന് പറയാൻ നമ്മൾ ആർജവം കാണിക്കാത്തടത്തോളം കാലം നാളെ ഒരു പച്ച ഷെഡിട്ട വരെ പാകിസ്ഥാനി എന്ന് വിളിക്കേണ്ട ഒരവസ്ഥ. കോണകം വരെ മാടിപ്പൊതിച്ച് നോക്കിയിട്ട് ഇവരുടെ വർഗീയ അജണ്ടകൾക്ക് വേണ്ടി ശ്രമിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊരു നടി ഒരു ഷാറൂഖ് ഖാൻ്റെ സിനിമയിൽ ഒരു പാട്ട് രംഗത്ത് ബിക്കിനി ഇട്ടപ്പോൾ ആ ഷെഡിൻ്റെ കളറ് കാവിക്കളറായി എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് സിനിമാ നടിമാർ വരെ ബിക്കിനിയിൽ കാവിക്കളർ ഒഴിവാക്കിയിട്ട് ഷെഡിടുമ്പോൾ വരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇവരെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പച്ചക്കളറുള്ള പാകിസ്ഥാൻ കളറുള്ള പതാകകൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിച്ചെന്നൊക്കെ ഉള്ള എന്താ സമൂഹത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് സംഖ്യയുടെ സ്വഭാവം എന്നുള്ളത് ഇവിടുത്തെ പുതിയ തലമുറക്ക് വരെ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അവരെ തിരിച്ചറിയാൻ ഇതൊക്കെ ഒരു കാരണം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.